വിവാഹത്തിൻ്റെ പിറ്റേന്ന് ഭർത്താവിൻ്റെ കാറിൽ നിന്നിറങ്ങി യുവതി പോയത് തൻ്റെ കാമുകനോടൊപ്പം എന്ന പരപ്പനങ്ങളിൽ നിന്ന് വന്ന വാർത്ത കേൾക്കുമ്പോൾ മനസ്സിൽ ഓടി വരുന്ന ദൃശ്യം തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തുള്ള ഇന്ദിരാഭവനിലെ ദൃശ്യങ്ങളാണ്. മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ അവിടെ വിലക്കാണ്. കാരണം എന്തെന്ന് മനസ്സിലായില്ലേ? കെ സുധാകരൻ പടിയിറങ്ങി. അതിനു മുമ്പേ കെ സുധാകരൻ മുൻകൂട്ടി കണ്ടു അത്. അപ്പോൾ മാധ്യമപ്പട അവിടെ വന്ന് AKG സെൻ്ററിൻ്റെ മുന്നിൽ വന്ന് ആക്രമിച്ച് നിൽക്കുന്നത് പോലെ തന്നെ ആക്രമിക്കാൻ വരരുത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ വിലക്കേർപ്പെടുത്തിയത്. പക്ഷേ ഈ കാമുകൻ്റെ കൂടെ ഭർത്താവിൻ്റെ കാലിൽ നിന്ന് ഇറങ്ങിപ്പോയ യുവതിയുടെ കഥ കേൾക്കുമ്പോൾ കെ മുരളീധരനെയും ഓർമ്മ വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആകാമെന്ന് കരുതി ആയില്ല. ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനവും മറ്റാരോ കൊണ്ടുപോയി. അതിൻ്റെ ചുരുക്ക് മുരളീധരൻ തീർക്കുന്നത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനോടല്ല, പ്രസിഡന്റ് സ്ഥാനം മോഹിച്ചിരുന്ന മുരളീധരനുമായി ഫൈറ്റ് ചെയ്ത് നിന്നിരുന്ന ആൻ്റണിയോടാണ്. KPCC പ്രസിഡന്റ് പദവിയിൽ നിന്നും കെ സുധാകരനെ മാറ്റിയതിൽ ഇതാ പ്രതിഷേധം രൂക്ഷമായിരിക്കുന്നു. എവിടെ? കേരളത്തിൽ മൊത്തത്തിലല്ല, പാലക്കാട് മാത്രം അണികൾ ഇറങ്ങിയിരിക്കുന്നു. എന്താണ് പാലക്കാട് പ്രത്യേകത? ആരാണ് അവിടുത്തെ MLA? ആരാണ് രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട് MLA ആക്കിയത്? വി ഡി സതീശനാണോ? രമേശ് ചെന്നിത്തലയാണോ? ആരാണ് സ്ഥാനാർത്ഥിയായി അവിടെ നിർത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിനെ? വി ഡി സതീശനാണെന്ന് വി ഡി സതീശൻ പറയുന്നു, ചെന്നിത്തലയാണെന്ന് ചെന്നിത്തല പറയുന്നു, കെ സുധാകരൻ പറയുന്നു, മാങ്കൂട്ടത്തിൽ പറയുന്നു. അത് മാങ്കൂട്ടത്തിനെ നിർത്തിയത് കെ സുധാകരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് പോസ്റ്ററുകൾ വന്നതും ഫ്ലക്സ് ബോർഡുകൾ വന്നതും. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് ആദ്യം പോസ്റ്റർ വന്നത്, പിന്നീട് ഫ്ലക്സിലേക്ക് മാറുകയായിരുന്നു. ഇതിനിടയിലാണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ എന്നതുപോലെ ആൻ്റണിക്കെതിരെ പരോക്ഷ വിമർശനം തുടർന്ന് കെ മുരളീധരൻ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആൻ്റണി അല്ലെങ്കിലും തികഞ്ഞ ദുഃഖിതനാണ് KPCC അധ്യക്ഷ പദവി കിട്ടാത്തതിൽ. KPCC അധ്യക്ഷ പദവിയിലേക്ക് ആൻ്റണിയെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, കെ സുധാകരനെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാക്കുകയും ചെയ്തു. എന്തായിരുന്നു ആൻ്റണിക്കെതിരെ ഉയർന്ന ആ ഒരു ന്യൂനത? സിറോ മലബാറുകാരനാണെന്നാണോ? അല്ല, അദ്ദേഹം പെന്തക്കോസ്തുകാരനാണെന്നൊരു ജാതീയ പരാമർശം ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനിടയിൽ വലിച്ചിട്ടു. എന്താ, പെന്തക്കോസ്തുകാരന് KPCC അധ്യക്ഷനായിക്കൂടെ? നായന്മാർക്കും ഈഴവന്മാർക്കും ഒക്കെ ആകാമെങ്കിൽ എന്തുകൊണ്ടൊരു പെന്തക്കോസ്ത് മതവിശ്വാസിക്ക്, അതും ഒരു കോൺഗ്രസിൽ അടിയുറച്ച് ഇത്രയും കാലം പ്രവർത്തിക്കുന്ന ആൻ്റണിയെ പോലൊരു വ്യക്തിക്ക് KPCC അധ്യക്ഷനായിക്കൂടാ? ആൻ്റണി പെന്തക്കോസ്തുകാരനോ സിറോ മലബാറുകാരനോ കത്തോലിക്കക്കാരനോ എന്നത് മറ്റൊരു വിഷയം, അതങ്ങ് മാറി നിൽക്കട്ടെ. പക്ഷേ ആൻ്റണി എന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാവിന് എന്ത് അയോഗ്യതയാണ് പ്രസിഡന്റ് പദവിയിലേക്ക് തെടുക്കുന്നതിൽ എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർന്ന ചോദ്യം. പക്ഷേ അതിനെയും കവച്ചു വെച്ചുകൊണ്ടാണ് പ്രവർത്തക സമിതിയിലേക്ക് പ്രൊമോഷൻ കിട്ടിയ കെ സുധാകരന് വേണ്ടി ഇപ്പോൾ ഒരു വിഭാഗം അണികൾ വാഴ്ത്തുപാട്ടുകൾ പാടി രംഗത്തെത്തിയിരിക്കുന്നത്. കെ സുധാകരനോളം വരില്ല ഒരുത്തനെന്നും കേരളത്തിലെ സാധാരണ പ്രവർത്തകരുടെ തലയെടുപ്പുള്ള രാജാവാണ് കെ സുധാകരൻ എന്നുമാണ് ഫ്ലെക്സിലെ വാചകങ്ങൾ. കെ സുധാകരൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വിളിക്കാൻ ധൈര്യമില്ലാത്ത വാചകങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഇതാ പാലക്കാട് ഫ്ലക്സ് അടിച്ചിറക്കിയിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ എത്രത്തോളം ധൈര്യമുള്ളതാണ് ഈ സേവ് കോൺഗ്രസ് പ്രവർത്തകരെന്ന്. സുധാകരനെ മാറ്റിയതുപോലെ പ്രതിപക്ഷ നേതാവിനെ മാറ്റിയാൽ കേരളം ഭരിക്കാമെന്നും KC വേണുഗോപാലിനെ ആ സ്ഥാനത്ത് മാറ്റിയാൽ കേന്ദ്രം ഭരിക്കാമെന്നും ഒക്കെയാണ് മണ്ടന്മാർ ഫ്ലക്സിൽ അടിച്ചുവിട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ കൊണ്ട്, പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ കൊണ്ട് സാധിക്കാത്തതാണോ KC വേണുഗോപാലിനെ, AICC ജനറൽ സെക്രട്ടറി മാത്രമായ KC വേണുഗോപാലിനെ കൊണ്ട് NDA സർക്കാരിനെ മറിച്ചിടാൻ എന്നാണ് ഇവിടെ വിചാരം? പ്രതിപക്ഷ നേതാവിനെ മാറ്റിയാൽ കേരളം ആര് ഭരിക്കുമെന്നാണ്, പകരം ആര് വരുമെന്നാണ് പറയുന്നത്? കെ സുധാകരനോ? അദ്ദേഹം ഇപ്പോൾ MP ആണ്. 5 കൊല്ലം തന്നെ കിട്ടിയ, കണ്ണൂരിൽ നിന്നും ഒടുവിലത്തെ ലാസ്റ്റ് ബസ്സിലേക്കുള്ള ടിക്കറ്റ് എന്നതുപോലെ കിട്ടിയ കെ സുധാകരൻ കിട്ടിയ ആ MP സ്ഥാനം അദ്ദേഹം രാജിവെച്ച് മുരളീധരനെ പോലെ മണ്ടനായി തിരിച്ചു വരുമോ? ഒരിക്കലുമില്ല, നടക്കില്ല. അതിനിടെയാണ് ആൻ്റണിക്കെതിരെ പരോക്ഷ വിമർശനമുയർത്തി കെ മുരളീധരൻ ഒന്നുകൂടി തലപൊക്കാൻ നോക്കുന്നത്. പാവപ്പെട്ട സഹകരികളെ വഞ്ചിച്ച് പാർട്ടിയുടെ സഹകരണ സ്ഥാപനം കട്ടുമുടിച്ചതിൻ്റെ പേരിൽ ഒരാരോപണവും താൻ കേട്ടിട്ടില്ലെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. അതിൻ്റെ അർത്ഥം ആൻ്റണി കേട്ടിട്ടുണ്ടോ എന്നാണോ? ആയിരിക്കാം. അപ്പോൾ CPM-നെതിരെ സഹകരണ സ്ഥാപനങ്ങൾ CPM വിറ്റുമുടിച്ചു എന്ന് പറഞ്ഞ് നാടും നഗരവുമൊക്കെ പ്രക്ഷോഭത്തിൽ ആറാടിച്ച കോൺഗ്രസ്സുകാർ തന്നെ ഇത് പറയണം, കെ മുരളീധരൻ തന്നെ ഇത് പറയണം. പൊതുജീവിതത്തിൽ 1 രൂപയുടെയും അഴിമതി ആരോപണങ്ങൾ താൻ നാളിതുവരെ കേൾപ്പിച്ചിട്ടില്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ശരിയാണ്, കഷ്ടിച്ച് 6 മാസമേ ഇരുന്നിട്ടുള്ളൂ സംസ്ഥാനത്തെ ഒരു വൈദ്യുത മന്ത്രിയായിട്ട്. അതിനുശേഷം വടക്കാഞ്ചേരിയിൽ ഗംഭീരമായി തോൽക്കുകയും ചെയ്തു കെ മുരളീധരൻ.
അതിനിടയിൽ എവിടെയാണ് ഈ 6 മാസത്തിൻ്റെ ഒരു അഴിമതി ഒന്ന് ആലോചിച്ച് വരുമ്പോഴേക്കും ഭരണം പോയിരുന്നു, കസേര പോയിരുന്നു. അതാണെന്ന് സംഭവിച്ചത്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം 100% ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും താൻ ചെയ്തിട്ടുണ്ടെന്ന് കെ മുരളീധരൻ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. എന്താണ്? ആഗ്രഹിച്ച സ്ഥാനമാനങ്ങൾ കിട്ടാതായപ്പോൾ KPCCയെ തള്ളിപ്പറഞ്ഞതും പാർട്ടി അധ്യക്ഷ പദവിയിൽ നിന്നും ഇറങ്ങിപ്പോയതും പിന്നീട് DIC അടക്കം പല രാഷ്ട്രീയ പാർട്ടികളും രൂപീകരിച്ചതും തിരികെ കോൺഗ്രസിലേക്ക് വന്നതും എന്നിട്ടും കോൺഗ്രസ്സുകാർ പിടിച്ച് വട്ടിയൂർക്കാവിൽ നിർത്തി മത്സരിപ്പിച്ച് MLA ആക്കിയതൊന്നും മുരളീധരൻ മറന്നെങ്കിലും KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ വന്നു നിൽക്കുന്ന അവിടുത്തെ ജീവനക്കാരെങ്കിലും മറന്നിട്ടുണ്ടാവില്ല. മുരളീധരനെ പരാമർശിച്ച് ആൻ്റണി ഇട്ട പോസ്റ്റിന് പകരമാണെന്ന് ഇപ്പോൾ പറയുന്നത്. അധികാരത്തിൻ്റെ ആർത്തി മൂത്ത് പാർട്ടിയെ പിളർത്താൻ ശ്രമിച്ച നേതാക്കളുള്ള പാർട്ടിയാണിതെന്ന് മുരളീധരൻ ഓർക്കണമെന്നായിരുന്നു ആൻ്റണിയുടെ വിമർശനം. അതിലെന്താണ് തെറ്റ്? പിന്നെ വട്ടിയൂർക്കാവിലും നേമത്തും വടകരയിലും തൃശ്ശൂരിലുമൊക്കെ പോരാട്ടത്തിന് താനിറങ്ങിയത് അധികാരത്തിന് വേണ്ടി ആയിരുന്നില്ല എന്ന് കെ മുരളീധരൻ പറയുന്നു. വടകര MP ആയി, വട്ടിയൂർക്കാവിൽ MLA ആയി, നേമത്തും തൃശ്ശൂരുമോ? പിന്നെ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന വർഗീയതയ്ക്കെതിരെ മതേതരത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് താൻ നേതൃത്വം കൊടുത്തു എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ഇതൊരുമാതിരി PV അൻവർ പറയുന്ന വാക്കായിപ്പോയി. എന്നിട്ടിപ്പോൾ PV അൻവർ CPM നിന്നും ഇറങ്ങി കോൺഗ്രസിൽ കയറ്റാതെ ചെന്ന് കയറിയത് മമതാ ബാനർജിയുടെ പാർട്ടിയിൽ. ഒടുവിലിപ്പോൾ UDFിലേക്കുള്ള വിസിറ്റിംഗ് ഗസ്റ്റായിട്ട് അവർ സ്വീകരിച്ചിട്ടുമുണ്ട്. അതുപോലെ പുതിയൊരു പാർട്ടി രൂപീകരിക്കാനാണ് കെ മുരളീധരൻ്റെ ശ്രമം. കാത്തിരുന്ന് കാണണം. എന്തായാലും കേരളത്തിൽ പിണറായി വിജയൻ്റെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കാൻ UDFിൻ്റെയും KPCCയുടെയും പുതിയ നേതൃത്വത്തിനൊപ്പം താൻ ശക്തമായി നിലകൊള്ളുമെന്ന് ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് കെ മുരളീധരൻ. അപ്പോൾ ഉറപ്പായി പാർട്ടി വിടുന്നില്ല. എന്തായാലും ഒടുവിലത്തെ പിടിവള്ളി പിണറായി വിജയനും CPMഉം ഇടത് സർക്കാരും തന്നെയാണ്. കാരണം അവരെ കുറ്റം പറഞ്ഞാലേ അണികൾ 4 പേർ കേൾക്കാനുണ്ടാകൂ. അല്ലാതെ സ്വന്തം പാർട്ടിക്കാരെ കുറ്റം പറഞ്ഞാൽ അണികൾ കേൾക്കാനുണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം പാർട്ടിക്കാർക്കെതിരെ ആൻ്റണിക്കെതിരെ അടക്കമുള്ള നേതാക്കൾക്കെതിരെ പരോക്ഷമായി കെ മുരളീധരൻ ഫേസ്ബുക്കിൽ വിമർശനം ഉന്നയിക്കുന്നതും പിണറായി വിജയൻ അടക്കമുള്ള മുഖ്യമന്ത്രിയെയും മറ്റ് CPM നേതാക്കളെയും പരസ്യമായി വെല്ലുവിളിക്കുന്നതും. എന്തായാലും മുരളീധരൻ നേട്ടമാണോ കോട്ടമാണോ എന്ന് ചോദിച്ചാൽ ഇനി മുരളീധരന് കൊടുക്കാൻ പാർട്ടിയിൽ പദവിയൊന്നുമില്ല. അല്ലെങ്കിൽ ഈ KPCC അധ്യക്ഷത്തേക്കുള്ള ആളെ തീരുമാനിക്കുമ്പോൾ തന്നെ മുരളീധരനും ഒരു പങ്ക് വരേണ്ടതാണ്, ഒരു കളം മുരളീധരനെ ഒഴിച്ചിടേണ്ടതാണ്. പക്ഷേ അതും ഉണ്ടായില്ല. അതിൻ്റെ അർത്ഥം മുരളീധരൻ ഇനി ദേശീയ നേതൃത്വത്തിനും വേണ്ട, കേരള ഘടകത്തിനും വേണ്ട എന്ന് തന്നെയാണ്. ബാക്കി തീരുമാനിക്കേണ്ടത് കെ മുരളീധരനാണ്. വട്ടിയൂർക്കാവിൽ അടുത്ത സീറ്റ് കിട്ടുമോ എന്ന് തീരുമാനിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കേണ്ടത് കെ മുരളീധരൻ തന്നെയാണ്. അല്ലാതെ ഇനി വട്ടിയൂർക്കാവിൽ കെ മുരളീധരന് വേണ്ടി UDFും കോൺഗ്രസ് പാർട്ടിയും സീറ്റ് വച്ച് നീട്ടില്ല എന്ന് ഏതാണ്ടൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.